നമസ്കാരം, എല്ലാവർക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു പുതുവത്സരം ആശംസിക്കുകയാണ്. ഇന്ന് രാവിലെ എന്താണ് ഹാപ്പിനെസ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഓരോ ദിവസവും പ്രായം ഇങ്ങനെ കൂടുന്നതനുസരിച്ചിട്ട് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കൂടുതൽ സമാധാനം വരുന്നുണ്ട്. വലിയ ഭാരമൊന്നുമില്ല. ഓരോ ദിവസവും ഭാരം അങ്ങോട്ട് കുറയുന്നുണ്ട്. വളരെ പീസ്ഫുള്ളായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സമാധാനം. പ്രതീക്ഷകളുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു കാലം വരെയൊക്കെ അത് ഈ കരിയറിൻ്റെ ആദ്യ ഘട്ടങ്ങളിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. പല കാര്യങ്ങൾ ട്രൈ ചെയ്യും, പല ജോലികൾ ചെയ്യും. ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഒത്തിരിയധികം ചൂഷണങ്ങൾക്ക് വിധേയമാവും. വളരെ ലോ സാലറി ആയിരിക്കും, എന്നാൽ നിങ്ങൾക്ക് നല്ല സ്കില്ലുണ്ടായിരിക്കും, നിങ്ങളുടെ കയ്യിൽ നല്ല ഐഡിയ ഉണ്ടായിരിക്കും, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുന്ന ആളുകളായിരിക്കും. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന സംഗതികളാണ്. ഈ ഒരു പുതുവത്സരത്തിലും അങ്ങനെയുള്ള നിരാശകളുമായിട്ട് ആരെങ്കിലും ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്യണ്ട. അത് പതുക്കെ അങ്ങോട്ട് സെറ്റ് ആയിക്കോളും. കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ പറയുന്ന ചൂഷണങ്ങളും പ്രതിസന്ധികളും ഈ പറയുന്ന സമ്മർദ്ദത്തിൻ്റെ ഇടയിൽ നിന്നിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടും. അങ്ങനെ നമ്മളൊരു ഫ്ലോയിൽ അങ്ങോട്ട് മുന്നോട്ടേക്ക് പോയിക്കോളും. ഞാൻ ഒരു കാലത്ത് വല്ലാതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു ഘട്ടത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു ചെറിയ കാര്യമുണ്ട്, പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളതാണ്, പക്ഷേ അത് കഴിഞ്ഞ കൊല്ലമാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. പുള്ളി ഇങ്ങനെയാണ് പറഞ്ഞത്: ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു അന്തവും ഇല്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ല. അത് നമുക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണോ? അല്ല. നമ്മുടെ ഓവർ തിങ്കിങ് കുറയ്ക്കാൻ പറ്റുന്ന പല സാഹചര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ എഡ്മണ്ട് ബർക്കിൻ്റെ പണ്ട് മുതൽ തന്നെ ഞാൻ എപ്പോഴും എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു സംഗതിയാണ് പേഷ്യൻസ് വിൽ അച്ചീവ് മോർ ദാൻ അവർ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സംഗതി. അതും കൂടെ അങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കോമൺ സെൻസ് വെച്ചിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മളുടെ ആ ഒരു ഓവർ തിങ്കിങ്ങും ആങ്സൈറ്റിയും ടെൻഷൻസും നിരാശയൊക്കെ അങ്ങോട്ട് കുറയും. ചിന്ത നല്ലതാണ്, ചിന്തിക്കരുത് എന്ന് പറഞ്ഞില്ല. ഓവർ ചിന്തയായി കഴിയുമ്പോഴത്തേനാണ് പ്രശ്നം. അപ്പോൾ ചിന്തയ്ക്ക് ഒരു പരിധി വെച്ച് നമ്മൾ കുറച്ചും കൂടെ നമ്മളെ ഒന്ന് ലൈറ്റ് വെയിറ്റ് ആക്കേണ്ടതുണ്ട്. ഇതാണ് എനിക്ക് ഈ ഒരു പുതുവത്സരത്തിൽ നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. പുതുവത്സരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള എന്ത് വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ച സമയത്ത് എനിക്ക് ഇന്നലെ കേട്ട ഒരു സ്കാമിൻ്റെ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് തോന്നി. എല്ലാ കൊല്ലവും പറയുന്നത് പോലെ ഈ കൊല്ലവും എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ പുതുവത്സര മെസ്സേജ് നമ്മൾ പറ്റിക്കപ്പെടാനായിട്ടുള്ള സാഹചര്യങ്ങൾ കുറച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ഈ ഒരു ചാനലിൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നത് ഇതിനകത്ത് സ്കാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ്. അതിൽ 7 ലക്ഷത്തിലധികം ആളുകൾ കണ്ട ഒരു വീഡിയോയിൽ എന്നെ ബാധിച്ച, വളരെ ചെറിയ ഒരു പ്രായത്തിൽ എന്നെ പറ്റിച്ച ഒരു സാഹചര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു വീഡിയോയുടെ താഴെ ഇപ്പോഴും ആയിരക്കണക്കിന് കമന്റുകളുണ്ട്. ഇന്നും ആ ഒരു സ്കാം വഴി ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ട്. Hi guys, I just found amazing page on Instagram called Earnings Guru. They are 100% trustable. You can invest your money within double you take it. They are 100% trusted. You can invest your money there and double it. Get invest guidance and earning ideas from them. They are posting their client reviews regularly. So do follow them now. ഇന്നലെ 50,000 രൂപ നഷ്ടപ്പെട്ട ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ റിപ്ലൈ പോലും ചെയ്യേണ്ട ആളല്ല. എനിക്ക് വേണമെങ്കിൽ ഇത് ചുമ്മാ വിട്ടാൽ മതിയായിരുന്നു, ജസ്റ്റ് ആൻ്റെ മെസ്സേജ് എന്നുള്ള രീതിയിൽ. ഞാൻ കോമ്പൻസേഷൻ കിട്ടണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് വരാനോ? ഞാൻ അതിലും എനിക്കും ഇങ്ങനെ പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ പേഴ്സണൽ മാറ്റർ പറഞ്ഞല്ലോ, നമ്മളായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസ്ക് മുഴുവൻ നമ്മുടെ കയ്യിൽ തന്നെയാണ്. അതും ആദ്യം ഇവർ കോൺടാക്ട് നമ്പർ, ഇവർ ID പ്രൂഫ് അങ്ങനെ എന്തെങ്കിലും ഒന്നും വാങ്ങിക്കാതെ വെറുതെ ഒരാൾക്ക് നമ്മൾ എന്തിനും ഇത്രയും പൈസ. ഏതോ ഒരു സ്ത്രീയുടെ പ്രൊഫൈല് കാണിച്ചിട്ട് ഈ സ്ത്രീയുടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് വലിയ റിട്ടേൺ കിട്ടും, അല്ലെങ്കിൽ ഡെയിലി 12,000 രൂപ 15,000 രൂപ റിട്ടേൺ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഫ്ലുവൻസർ അല്ല, പല ഇൻഫ്ലുവൻസേഴ്സ് പെൺകുട്ടികൾ ഈ പറയുന്ന വീഡിയോ ഷെയർ ചെയ്യുന്നു. പുതിയ കാലത്തിൻ്റെതായിട്ടുള്ള പല രീതികളിൽ വരുന്ന പല സ്കാമുകളെ കുറിച്ചിട്ടും പിന്നീട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. റീസെന്റ് ആയിട്ടും ഒരു വീഡിയോ ചെയ്തു. അതൊന്നും ഇടുന്ന സമയത്ത് ഒത്തിരിയധികം ആളുകൾ വന്ന് കാണുന്ന ഗംഭീര വീഡിയോസ് ഒന്നുമല്ല. പക്ഷെ പിന്നീട് അതിൻ്റെ താഴെയുള്ള കമന്റ് ബോക്സിൽ ഇങ്ങനെ 100, 200, 300, 1000കണക്കിന് ആളുകൾ വന്ന് അണിനിരക്കാറുണ്ട്. എല്ലാ ആളുകളും വീണ്ടും വീണ്ടും പറ്റിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു ആങ്സൈറ്റിയിൽ നിന്നും, സ്ട്രെസ്സിൽ നിന്നും, ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നിട്ടും പിന്നീട് പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു അങ്കലാപ്പിൽ കയ്യിലുള്ളതെല്ലാം എടുത്ത് ഇടുമ്പോൾ സംഭവിക്കുന്ന അബദ്ധമാണ്. ആ ഒരു അബദ്ധം കാരണമാണ് ആ ഒരു കമന്റ് ബോക്സിൽ ആളുകൾ പിന്നീടും വരുന്നത്. ഈ ഒരു പുതുവത്സരം എല്ലാ ആളുകൾക്കും അത്ര നല്ല ഒരു വത്സരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമല ഷാജിയാണ് ഇപ്പോൾ വലിയൊരു ഇഷ്യൂവിൽ പെടാൻ വേണ്ടി പോകുന്നത്. ഇത് ഒരു പുതുമയുള്ള ഇഷ്യൂ അല്ല. കഴിഞ്ഞ കൊല്ലം വീഡിയോ ചെയ്ത സമയത്തും അതിന് മുൻപിലത്തെ കൊല്ലം വീഡിയോ ചെയ്ത സമയത്തും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികൾ കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്ന ഉഡായിപ്പ് ക്രിപ്റ്റോ ഇൻവെസ്റ്റിംഗ് പ്ലാറ്റ്ഫോമുകളെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പല ആളുകളും കരച്ചിലും പിഴിച്ചിലും ക്ഷമാപണവുമൊക്കെ ആയിട്ട് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇൻബോക്സിലേക്ക് വരാറുണ്ട്. ഞാൻ അന്നും പറഞ്ഞു, ഇനി ഒരു വീഡിയോ കണ്ടാലും ആരും വരേണ്ടതില്ല, കാരണം അത്രയധികം മോശമായിട്ടുള്ള ഒരു സ്കാമിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ഡയറക്റ്റ് ആ ഒരു ഇഷ്യൂയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറയുകയാണ്. ഈ പ്രഡിക്ഷൻ ഗെയിമുകൾ പല ആളുകൾ ഷെയർ ചെയ്യുന്ന ഒരു സംഭവമാണ് പ്രഡിക്ഷൻ ഗെയിമുകൾ. ഇപ്പോൾ കാറിന്റെ കളർ പറയുക,
എന്താ പറയുന്നത്, കോഴിക്കുഞ്ഞിൻ്റെ എണ്ണം പറയുക, ഇങ്ങനെ നോക്കിയിരിക്കുക, നമ്മൾ കുറച്ച് പൈസ ഇടുക, പ്രഡിക്ഷൻ ഗെയിമുകൾ, ഇത് വൻ തട്ടിപ്പാണ്. പിന്നീടുള്ള സംഭവം എന്ന് പറയുന്നത് ക്രിപ്റ്റോ ഇൻവെസ്റ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, അത് വൻ തട്ടിപ്പാണ്. ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരു സംഗതി സെർച്ച് എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആപ്പ് പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ ആപ്പ് പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും. ഈ ഒരു ആപ്പ് പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എല്ലാ തട്ടിപ്പുകാരും യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ പേരൊക്കെ ഒന്ന് മാറ്റി ഇൻ്റർഫേസിൽ പോലും വലിയ കാര്യമായിട്ടുള്ള മാറ്റം ഇല്ലാതെ എല്ലാ ആൾക്കാരും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇത് ചൈനീസ് ബേസ്ഡ് ആണ് എന്നുള്ളതാണ് എനിക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. നിങ്ങൾക്കും ഈ ഒരു ക്രിപ്റ്റോ ഇൻവെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം, ഈ ഒരു പ്രഡിക്ഷൻ ഗെയിം പ്ലാറ്റ്ഫോം വാങ്ങാനായിട്ട് പറ്റും. നിങ്ങളിത് വാങ്ങിയിട്ട് നിങ്ങളുടെ ഒരു പേരൊക്കെ ഇട്ട് ആ ഒരു ആപ്പിന് പ്ലാറ്റ്ഫോമിന് ഒരു പേരൊക്കെ ഇട്ടിട്ട് ഇതുപോലുള്ള ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരതങ്ങോട്ട് ഷെയർ ചെയ്യും. അവർ അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ വാലറ്റിൽ ഏതെങ്കിലുമൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ആപ്പിലേക്ക് ആളുകൾ പേടിഎം വഴിയോ ഗൂഗിൾ പേ വഴിയോ ഒക്കെ പൈസ ട്രാൻസ്ഫർ ചെയ്യും. അത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവർക്കത് ഡോളറായിട്ട് കൺവേർട്ട് ചെയ്ത് അവരുടെ വാലറ്റിൽ കാണിക്കും. ഈ ഒരു ഡോളർ വെച്ചിട്ട് പ്രഡിക്ഷൻ ഗെയിമുകൾ കളിക്കാം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ആപ്പിൻ്റെ ഒരു രീതി. ഇതിന് വേറെ ഒരു സംഗതിയൊന്നുമില്ല. ഇത് ആപ്പിന്റെ പുറത്തേക്ക് പോകുന്ന ഒരു സംഗതിയല്ല. വേറെ കറൻസി വിനിമയ നിരക്കുമായിട്ട് യാതൊരു കണക്ഷനും ഇതിനില്ല. ഇത് മൊത്തത്തിൽ ആ ഒരു ആപ്പിൽ നടക്കുന്ന സംഗതിയാണ്. അങ്ങനെ അവരിങ്ങനെ മറ്റേ കറക്കി കുത്തിയിട്ടുള്ള ഒരു പരിപാടി, പണ്ട് മറ്റേ കറക്കി കുത്തി പരിപാടി ഉണ്ടല്ലോ, കറക്കി കുത്തിയുള്ള ഒരു പരിപാടിയിൽ ചിലപ്പോൾ ഇത്തിരി അങ്ങോട്ട് കൊടുക്കും, കൂടുതലും ഇങ്ങോട്ട് എടുക്കുന്ന ഒരു രീതിയിൽ 2-3 തവണ ആ ഇൻവെസ്റ്റ് ചെയ്ത ആളുടെ നിന്ന് പൈസ അടിക്കുക എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് അങ്ങോട്ട് കൊടുക്കുക, പിന്നീട് ഇങ്ങോട്ട് എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കോമൺ രീതി. ഇത് ഒരിക്കലും നിങ്ങൾക്ക് പൈസ തരില്ല. ഇതിൻ്റെ ഒരു ഒറ്റ ഉദ്ദേശമുള്ളൂ, ആരാണോ ആ ഒരു ആപ്പിന്റെ ഓണർ, ഏത് ബാങ്ക് അക്കൗണ്ടിലാണോ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് അതിലേക്ക് പൈസ കൊടുക്കുക. ഇത്തരത്തിലുള്ള ആപ്പുകൾ, പ്ലാറ്റ്ഫോമുകൾ ആർക്ക് വേണമെങ്കിലും ചെയ്തു കൊടുക്കുന്ന ഇഷ്ടം പോലെ ഏജന്റുകളുണ്ട്. ഇതേപോലെയുള്ള ഒരു തട്ടിപ്പ് രീതിയാണ് ഓൺലൈൻ ലോൺ സ്കാമുകളിൽ നടക്കുന്നത്. അതും ഈ ചൈനീസ് ബേസ്ഡ് പ്ലാറ്റ്ഫോംസ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ വാങ്ങി നിങ്ങളിലേക്ക് ആ ഒരു തട്ടിപ്പുമായിട്ട് വരുന്നതാണ്. ഇവിടെ വ്യത്യാസമായിട്ടുള്ളത് ലോൺ ആപ്പുകൾക്ക് ഒരു കോൾ സെന്റർ ഉണ്ട്. ആ ഒരു കോൾ സെന്റർ എന്ന് പറയുന്നത് പല പേരിൽ പലയിടത്തായിട്ട് വിൽക്കപ്പെട്ടിരിക്കുന്ന ലോൺ പ്ലാറ്റ്ഫോമുകളുടെ മുഴുവനായിട്ടുള്ള നിയന്ത്രണം വെക്കുന്ന കോൾ സെന്ററുകളാണ്. ഇതാണ് ഈ ഒരു തട്ടിപ്പിന്റെ രീതി. അമല ഷാജി ഉൾപ്പെട്ട സ്കാമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പുതുമയൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലം ചെയ്ത, അതിന് മുൻപിലത്തെ കൊല്ലം ചെയ്ത വീഡിയോയിൽ എന്തൊക്കെയാണോ ഞാൻ പറഞ്ഞത് അതൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇത് ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിന് അറിയാം, പക്ഷേ അവർ വീണ്ടും വീണ്ടും ഇത് ചെയ്യുന്നത് ഇവർക്ക് പേടിയില്ലാത്തതുകൊണ്ടാണ്. പെടത്തില്ല, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇതിന്റെ പുറകെ പോകത്തില്ല എന്നുള്ള പേടിയില്ലാത്തതുകൊണ്ടാണ്. പിന്നെ കമന്റ് ബോക്സിലേക്കും ഇൻബോക്സിലേക്കും ഒന്നും നോക്കാതിരിക്കുന്നതാണ് ബോൾഡ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറുടെ ഏറ്റവും വലിയ കഴിവ് എന്ന് ചിന്തിച്ചിട്ട് മെസ്സേജും കമന്റും ഒന്നും പോലും നോക്കാറില്ല. അതൊന്നും അവരെ ബാധിക്കുന്ന സംഗതിയല്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് പല ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനും. അഡ്വക്കേറ്റ് വിഘ്നേഷ് മുത്തുകുമാർ അദ്ദേഹത്തിന്റെ ഒരു ക്ലയന്റിനെ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു வீடியோ. நான் வந்து சென்னையில ஒரு எம்என்சி கம்பெனியில் ஒர்க் பண்றேன். அங்க வர சேலரி எனக்கு 10 அடிஷனல் எனக்கு வரதுக்காக நான் போன்ல கொஞ்சம் பார்த்துட்டு இருந்தேன். அப்பதான் இன்ஸ்டாகிராம்ல நான் ஓப்பன் பண்ணி சும்மா பார்த்துட்டு இருக்கும்போது அமலா சாஜி வந்து அவங்க ஸ்டோரியில வந்து இன்வெஸ்ட் பண்ற ஒரு பேஜ் வந்து ப்ரோமோட் பண்ணியிருந்தாங்க. அது 2 பேஜ் ப்ரோமோட் பண்ணியிருந்தாங்க. அது ஃபர்ஸ்ட் பேஜ் வந்து இது கிரிப்டோ வேர்ல்ட். அந்த கிரிப்டோ வேர்ல்ட்ல வந்து நான் 15,500 வந்து நான் இன்வெஸ்ட் பண்ணேன். அதுக்கு வந்து ப்ராஃபிட் வந்து அதுக்கு வந்து 55,000 வந்து ப்ராஃபிட் கிடைக்கும்னு சொன்னாங்க. ஆனா 15,000 இன்வெஸ்ட் பண்ணா 55,000. ஆமா. ഇവർ ഷെയർ ചെയ്യുന്ന പ്രൊഫൈലുകളിൽ നിങ്ങൾക്ക് അനന്യ എന്നോ അല്ലെങ്കിൽ അലീന എന്നോ ഏതെങ്കിലും സ്ത്രീകളുടെ പേരിലുള്ള പ്രൊഫൈലുകൾ കാണാൻ പറ്റും. ആ ഒരു പ്രൊഫൈലുകളുടെ ബയോയിൽ ക്രിപ്റ്റോ വേൾഡ് അല്ലെങ്കിൽ എൻസ്ക്രിപ്റ്റോ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഇൻവെസ്റ്റിംഗ് പ്ലാറ്റ്ഫോമുകളുടെ വേറൊരു പേജും കാണാൻ പറ്റും. ഈ ഒരു പ്രൊഫൈലുകൾ മെയിൻറ്റെയിൻ ചെയ്ത് ഈ ഒരു പ്രൊഫൈലിൽ നിറയെ അവർക്ക് കിട്ടിയ വരുമാനത്തിൻ്റെ ഇരട്ടി വരുമാനത്തിൻ്റെ സ്ക്രീൻഷോട്ടുകളായിരിക്കും. ഈ 2 പ്രൊഫൈലുകളാണ് ഇവർ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് അനന്യ എന്ന് നിങ്ങൾ കണ്ട ആള്, ആ ഒരു ആളെ ആയിരിക്കും ഇൻഫ്ലുവൻസർ ഷെയർ ചെയ്യുന്നത്. അയാളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, പൈസ ഇന്ന പ്ലാറ്റ്ഫോമിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരട്ടി കിട്ടും. അയാളുടെ ആ ഒരു പേജിൽ മുഴുവൻ അങ്ങനെയുള്ള ഇരട്ടി കിട്ടിയതിൻ്റെ സ്ക്രീൻഷോട്ടുകളായിരിക്കും. ആക്ച്വലി അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാവില്ല. ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ട സ്ത്രീകളുടെ ഫോട്ടോ എടുത്തിട്ടാണ് അവരങ്ങനെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അനന്യ എന്ന് പറയുന്ന പേരും ആ ഒരു ഫോട്ടോയും തമ്മിൽ മിക്ക കേസുകളിലും കാര്യമായിട്ടുള്ള ബന്ധം ഉണ്ടാവില്ല. പക്ഷേ ആ ഒരു പേജിൽ നിറയെ അവർക്ക് കിട്ടിയ വരുമാനം കൊണ്ട് അവർ വാങ്ങിയ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്ക്രീൻഷോട്ടുകൾ, അക്കൗണ്ട് നമ്പറൊന്നും കാണാൻ പറ്റത്തില്ല, പണത്തിൻ്റെ സ്ക്രീൻഷോട്ടുകൾ കാണാൻ പറ്റും. ഈ ഒരു പ്രൊഫൈലുകളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തട്ടിപ്പിന് ഉപയോഗിക്കുന്നത്. சூப்பர். வந்து நான் 2-3 டேஸ் அவங்க ரெஸ்பான்ஸ் பண்ணாங்க. அதுக்கு கொஞ்ச நாள் ரெஸ்பான்ஸ் வரல. கொஞ்சம் லேட்டா வந்து அப்புறம் அவங்க வந்து பிளாக் பண்ணிட்டாங்க. அண்ட் இன்னொரு பேஜ் வந்து இப்போ ரீசெண்டா வந்து அனன்யா ஃபாரெக்ஸ்னு ஒன்று பண்ணியிருந்தாங்க. Hey all, if you want to earn 20 to 30k while sitting at home, go message my friend Ananya Friends. Even I invest and got a lot of profit. So I'm suggesting you 100% trustable and genuine page. So go and give her good results. அதுல வந்து 26,000 வந்து நான் வந்து இன்வெஸ்ட் பண்ணியிருந்தேன். அதுக்கு 1 lakh மேல ப்ராஃபிட் வரும்னு சொன்னாங்க. ഇതിൽ അനന്യ ഫോറക്സ് എന്ന് പറയുന്ന ഒരു പേജാണ് അമല ഷാജി പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇത് സ്ഥിരമായിട്ട് തന്നെ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലായത്.
ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു സ്ഥിരം അപ്രോച്ച് ഉണ്ട്. അത് എല്ലാ ആളുകളുടെയും ഉള്ളിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും ഉണ്ട്. ഇത് എത്ര കാലം മുന്നോട്ടേക്ക് പോകും എന്നുള്ളതിനെ കുറിച്ചിട്ട് പല ആളുകൾക്ക് അറിയില്ല. ഇത് സോഷ്യൽ മീഡിയ ആണ്. ഫെയിം പോയി കഴിഞ്ഞാൽ പല ആളുകൾക്കും വരുമാനം കുറയുന്ന സാഹചര്യമുണ്ട്. കണ്ടന്റ് ബേസ്ഡ് ആയിട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടെ ഹോപ്പ് വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഫോട്ടോസ്, വീഡിയോസ് അങ്ങനെയുള്ള രീതിയിൽ പ്രൊഫൈൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ആളുകൾ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇത് നിർത്താമെന്നുള്ള ഒരു ചിന്തയിൽ വരുമ്പോഴാണ് ഈ ഫോറക്സ് പോലെയുള്ള ഈ ഇൻവെസ്റ്റിംഗ് പ്ലാറ്റ്ഫോമുകളുടെ പ്രൊമോഷൻ പിടിക്കുന്നത്. ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യാൻ വേണ്ടി എനിക്ക് വരുന്ന ഓഫർ 50,000 എബോവ് ആണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ അറിയാമല്ലോ, ചെറിയ ചാനലാണ്. എനിക്ക് 50,000 അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താണെന്ന് പറഞ്ഞാലും 1-2 ലക്ഷം രൂപ കിട്ടും. ഞാൻ ഇവരോട് സംസാരിക്കാറുണ്ട്. കേരളത്തിലുള്ള ആൾക്കാർ ഇതിൻ്റെ പിറകിലുണ്ടോ എന്നറിയാൻ വേണ്ടി സംസാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആരും ഇല്ല, ഓഫീസുണ്ട്, കസ്റ്റമർ കെയർ ടെലിഗ്രാം ഗ്രൂപ്പാണ് എന്നൊക്കെയാണ് ഇവർ നമ്മളോട് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞ കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ എല്ലാ ആൾക്കാർക്കും റിപ്ലൈ അടിച്ച് സംസാരിക്കാറുണ്ട്, ഏതെങ്കിലും ഒരുത്തൻ ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ ഇവർ നമുക്ക് വെക്കുന്ന ഒരു ഓഫറുണ്ട്, ആരെങ്കിലും നമ്മളുടെ പേരിൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇത്ര പൈസ നമുക്ക് കമ്മീഷനായിട്ട് തരും. അപ്പോൾ ഈ ഒരു സ്കാമിൽ പലപ്പോഴും ഇൻഫ്ലുവൻസേഴ്സ് പാർട്ട് തന്നെയാണ്, കമ്മീഷൻ. അപ്പോൾ ആ ഒരു കമ്മീഷൻ അവർ വലിയ തുകയൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്. ഇതാണ് അവരുടെ ഒരു രീതി. ഞാൻ കുറേ കേസുകൾ ഇങ്ങനെ ആളുകളോട് സംസാരിച്ച് എല്ലാവർക്കും ഒരേ തട്ടിപ്പ് രീതി തന്നെയാണ്. ഈ അമല ഷാജി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ വളരെ കാലങ്ങളായിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് അറിയത്തില്ല ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. ஆனா ஸ்டார்டிங்ல வந்து நான் 1000 தான் பண்ணேன். 1000 பண்ணா 10,000 சொன்னாங்க ப்ராஃபிட். ஆமா சார். அதுக்கப்புறம் செக்யூரிட்டி பேலன்ஸ் கேட்டாங்க. அப்புறம் திரும்ப வந்து நான் கொஞ்சம் மிஸ்டேக் பண்ணி திரும்ப ஒரு அமௌண்ட் அனுப்பிச்சேன். அதுல வந்து அவங்க வந்து 1 lakh மேல ப்ராஃபிட் வரும்னு சொன்னாங்க. கொஞ்சம் இவர் சொன்ன அமௌண்ட்லாம் வந்து இந்த வீடியோல கொடுக்குறேன், நீங்க பாருங்க. அவரோட ஸ்கிரீன்ஷாட், அவரோட மெசேஜ் சாட் எல்லாமே இந்த வீடியோல கொடுக்குறேன், அதை ஒண்ணா பாருங்க நீங்க. அதுக்கப்புறமேட்டு திரும்ப அவங்க அகைன் அங்க இருந்து இந்த அமௌண்ட் கேட்டுட்டே இருந்தாங்க. நான் இல்லன்னு சொன்னேன். இதுல இருந்து பாதி வந்து எல்லாம் டெக்னிக்கல் இஷ்யூக்காக திருப்பி வேணும் கேட்டாங்க. சோ என்னென்ன டெக்னிக்கல் இஷ்யூ உண்டு அது கொஞ்சம் கிளாரிட்டியா மக்களுக்கு. அவங்க வந்து என்னன்னா செக்யூரிட்டி அமௌண்ட்னு சொல்லி அவங்க ஜிபே பண்ண சொன்னாங்க. நான் தெரியாம அதை நான் வந்து அதுல போடல அந்த மெசேஜ்ல. ஆனா திரும்ப அதுக்கு செக்யூரிட்டி அமௌண்ட்னு சொல்லிட்டு மென்ஷன் பண்ணி போடணும்னு சொல்லிட்டு சொல்றாங்க. சோ ட்ரான்ஸ்ஃபர் பண்ணும்போது அந்த டிஸ்கிரிப்ஷன்ல வந்து செக்யூரிட்டி அமௌண்ட் நீங்க போடாதக்காக திருப்பி உங்களுக்கு அந்த அமௌண்ட் செக்யூரிட்டி மேல எக்ஸ்ட்ரா கேட்டாங்க. எக்ஸ்ட்ரா எவ்வளவு கேட்டாங்க? எக்ஸ்ட்ரா வந்து 15,000 16,000 கேட்டாங்க. 16,000 கேட்டாங்க. அந்த இவர் எரர் பண்ணதுக்காக എക്സ്ട്രാ തിരിപ്പി 16,000 കേട്ടിരിക്കാங்க. ഇതിന്റെ മറ്റൊരു രീതിയാണ്. മുന്നേ ഞാൻ ചെയ്ത വീഡിയോസിനകത്തും സ്ഥിരം ഈ ഒരു രീതിയിൽ തന്നെയാണ് അവർ ആ ഒരു തട്ടിപ്പ് നടത്തിയത്. ആളുകൾക്ക് പണം അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേന് ബോധോദയം വരും, അയ്യോ ഇത് തട്ടിപ്പാണോ, വേണ്ട, റിസ്ക് എടുക്കണ്ട, പണം തിരിച്ചു വാങ്ങാം, റീഫണ്ട് വാങ്ങാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും. അപ്പോൾ അവർ വളരെ കൂളായിട്ട് ഓക്കെ നമുക്ക് റീഫണ്ട് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഇതെന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണ്, ഇത് നിങ്ങൾ ഒന്നുകൂടെ നിട്ട് നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പൈസ കൂടെ തന്നു കഴിഞ്ഞാൽ ഇതും കൂടെ കൂട്ടി തിരിച്ചങ്ങടേക്ക് തരാം, നിങ്ങൾ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ബാക്കി പൈസ അങ്ങോട്ട് വാങ്ങിയെടുക്കും. ഇതാണ് ഇതിൻ്റെ ഒരു രീതി. മറ്റേ ഡാറ്റ എൻട്രി ജോബുകളിലും ഇങ്ങനെ തന്നെയാണ്. കുറേ ആളുകൾ എന്നും ഡൗട്ട് ചോദിക്കാറുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, ഡാറ്റ എൻട്രി ജോബുകളുടെ ഒരു രീതി അങ്ങനെയാണ്. നിങ്ങളുടെ നിന്ന് ഒന്നെങ്കിൽ പൈസ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് വാങ്ങും, അല്ലാത്ത ആളുകൾ പറയും രജിസ്ട്രേഷൻ വേണ്ട, ഞങ്ങൾ വർക്ക് തരാം. വർക്ക് നിങ്ങൾ എന്തെങ്കിലും ഉടായ്പ വർക്കായിരിക്കും തരുന്നത്, അത് തെറ്റിച്ചാണ് ചെയ്തത്, അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം, വക്കീൽ നോട്ടീസ് അയക്കുകയാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. അയച്ചോളാൻ പറയുക, ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഉടായ്പകളാണ്. വളരെയധികം ചീറ്റിംഗ് നടക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. എങ്ങനെ പറ്റിക്കപ്പെടാതെ ജീവിക്കാം എന്നുള്ളതാണ് 2024 നമ്മൾ ആലോചിക്കേണ്ടത്. இவ்வளவு காசு போட்டு 1 ரூபா வெளியில வச்சா உங்களுக்கு 1 ரூபா ரிட்டர்ன் வந்துச்சா? இல்ல சார், 1 ரூபா கூட வரல. 1 ரூபா கூட ரிட்டர்ன் வரல. சரி, ஓகே, கண்டினியூ பண்ணுங்க. ஆனா டோட்டலா வந்து 26,000 அதுல வந்து இன்வெஸ்ட் பண்ணேன். அதுக்கு வந்து 1 lakh மேல ப்ராஃபிட் வரும்னு சொன்னாங்க. ஆனா வந்து திரும்ப அவங்க அகைன் கேட்டனால என்கிட்ட நான் இல்ல இதுலயே பாதி வந்து நான் ஃப்ரெண்ட்ஸ் தான் வாங்கி கொடுத்தேன், எனக்கு இது மேல காசு இல்லன்னா அவங்க வந்து ரீஃபண்ட் பண்ணி சொன்னாங்க. செக்ஷன் 89 ஆஃப் கன்சூமர் ப்ரொடக்ஷன் ஆக்ட் 2019 படி என்ன சொல்லுது பாத்தீங்கன்னா, ஃபால்ஸ் அண்ட் மிஸ்லீடிங் அட்வர்டைஸ்மென்ட் யார் யாரெல்லாம் பண்றாங்களோ அவங்க மேல ஆக்ஷன் எடுக்கலாம். அவங்களுக்கு 2 இயர்ஸ் வரைக்கும் இம்ப்ரூவ்மென்ட் இருக்கு. 10 lakh rupees ஃபைன் அமௌண்ட் இருக்கு சொல்லிட்டு அந்த ஆக்ட்லயே போட்டுருக்காங்க செக்ஷன் 89 படி. சோ அந்த 89 படி பாத்தீங்கன்னா இவர் வந்து அமலா சாட்சி வந்து ஸ்டோரியில போட்டுருக்காங்க, இந்த மாதிரி வந்து உங்களுக்கு எக்ஸ்ட்ரா இன்கம் வேணும்னா சோ டிஎம் பண்ணுங்க அனன்யா ஃபாரெக்ஸ், அவங்களோட எக்ஸ்ட்ரா ஐடியா வந்து நீங்க டிஎம் பண்ணுங்க சொல்லிட்டு. சோ அமலா சாட்சி வந்து அந்த வீடியோல ஸ்டோரியா போட்டுருப்பாங்க. அந்த ஸ்டோரி வந்து അയച്ചിരിക്കാതെ ഞാൻ വീഡിയോയിൽ കാട്ടാം, നിങ്ങൾ അതേ പാരുங்க. സെക്ഷൻ 89 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വെച്ച് അമല ഷാജിക്കെതിരെ കേസ് ഫയൽ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇവിടെ അഡ്വക്കേറ്റ് പറയുന്നത്. ഇപ്പം വലിയ തൂക്കിക്കൊല്ലാൻ പറ്റുന്ന കേസല്ല എന്നൊക്കെ വിചാരിച്ചാലും പുറകെ നടക്കണ്ടേ, തമിഴ്നാട്ടിലൊക്കെ പോകണ്ടേ. ഇതുപോലെ ഉള്ള പല കേസുകൾ ഇന്ത്യയുടെ പല ഭാഗത്ത് അങ്ങോട്ട് ഫയൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും പോയി നിരങ്ങേണ്ടി വരുമല്ലേ. അതിനെക്കുറിച്ചെങ്കിലും ചിന്തിച്ച് അതിൻ്റെ വണ്ടിക്കൂലി, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ആ ഒരു ദിവസം വീഡിയോ ഇടാൻ പറ്റില്ല, അല്ലെങ്കിൽ വേറെ വർക്കുകൾ ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഒരു നഷ്ടം ആലോചിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ പെടാനായിട്ട്. ഇൻഫ്ലുവൻസേഴ്സിനോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ അവരുടെ നിന്ന് അഡ്വാൻസ്, നിങ്ങൾക്ക് പൈസ ഇല്ല, നിങ്ങൾ അവരുടെ നിന്ന് അഡ്വാൻസ് അങ്ങോട്ട് വാങ്ങിച്ചു. അഡ്വാൻസ് വാങ്ങിച്ചിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യണ്ട, നിങ്ങളൊന്നും ചെയ്യണ്ട, അഡ്വാൻസ് വാങ്ങിച്ച് കൈ വെച്ചു, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു പൈസ ഉണ്ടെങ്കിലും തൃപ്തിപ്പെട്, പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ.
അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. നിങ്ങൾ വീഡിയോ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. നിങ്ങൾ തിരിച്ച് അവരെ സ്കാം ചെയ്തു. ചോദിക്കാനും പറയാനും ഒന്നും അവർക്കും പറ്റത്തൊന്നുമില്ല. എന്തിനാണ് നമ്മൾ റിസ്ക് എടുത്തിട്ട് നക്കാപ്പിച്ച പൈസയ്ക്ക് വേണ്ടി? ഇത് നക്കാപ്പിച്ച പൈസയാണ്. കാരണം 100 കേസ് വന്നു കഴിഞ്ഞാൽ ഒന്നുമല്ല ഈ ഒരു ലാഭം എന്ന് പറയുന്നത്. சோ அதபடிதான் இவர் வந்து அஃபெக்ட் ஆயிருக்காரு. சோ அவங்க பேச்சை கேட்டுதான் அவங்க இவர் வந்து டிஎம் பண்ணிருக்காரு. டிஎம் பண்ணிட்டு பாத்தீங்கன்னா ஃபர்ஸ்ட் எவ்வளவு இன்வெஸ்ட் பண்ணீங்க? ஃபர்ஸ்ட் கிரிப்டோ வேல்ல வந்து 15500 கிரிப்டோ வேல்ல ஓகே சார். அமனியா டோட்டலா வந்து 26000. இதனால தான் இவர் வந்து ஒரு 41500 ടോട്ടലാ 41500 ലാസ് ആയിരിക്കാரு. അമല സാജി ഒരു 2 സ്റ്റോറിയെ പറഞ്ഞു. ഈ ഒരു തട്ടിപ്പ് 100% ഇവിടെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് അറിഞ്ഞ് പക്കയായിട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തട്ടിപ്പാണ്. ഈ ഒരു തട്ടിപ്പ് ഇൻസ്റ്റാഗ്രാം വഴി ചെയ്യുന്ന അല്ലെങ്കിൽ യൂട്യൂബ് വഴി ചെയ്യുന്ന ഒരാളോടും ഒരു ദാക്ഷിണ്യവും കാണിക്കേണ്ട ആവശ്യമില്ല. അവർ തട്ടിപ്പുകാരാണ് എന്നുള്ളത് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞുകൊള്ളുക. പിന്നെ ചില ആളുകളുണ്ട് എന്തൊക്കെ നന്മ പ്രവർത്തികൾ ചെയ്താലും നിങ്ങൾ ഷെയർ ചെയ്യുന്നത്, നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഉഡായ്പ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളാണ്, അല്ലെങ്കിൽ റമ്മി സർക്കിൾ, ജംഗിൾ റമ്മി, വൺ വിന്നോ എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ് എന്നുണ്ടെങ്കിൽ, എന്തൊരു നന്മമരമാണ് എന്നുണ്ടെങ്കിലും അതിനകത്ത് യാതൊരു എത്തിക്സും ഇല്ല. ഇന്നലെ ഒരു റമ്മി സർക്കിള് കളിച്ച് കടം കയറി ഏതോ ഒരു സ്ത്രീയുടെ മാല പൊട്ടിക്കാനായിട്ടുള്ള ശ്രമമൊക്കെ നടത്തി. അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട്, സമ്മർദ്ദമൊക്കെ വരുന്ന സമയത്ത് ആക്രമണ വാസന, ആത്മഹത്യാ പ്രവണതയൊക്കെ വരുന്ന തരത്തിലേക്കുള്ള ആളുകളെ സൃഷ്ടിച്ചിട്ട് നിങ്ങൾ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, നിങ്ങൾ ഭയങ്കര നന്മ മരങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരെ ഞാൻ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. ഭയങ്കര നന്മ ഇമേജ് ആയിരിക്കും, പക്ഷേ ഷെയർ ചെയ്യുന്നത് മുഴുവൻ ഉഡായിപ്പ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളുടെ പരസ്യങ്ങളായിരിക്കും. വലിയ തുക അതിൽ നിന്ന് കിട്ടുമെന്നുള്ളതറിയാം, പക്ഷേ അത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഒരാൾക്ക് ഒരു നല്ല കാര്യം ചെയ്തു എന്ന് നിങ്ങൾ പറയുമ്പോൾ 1000 ആളുകൾ ബാധിക്കപ്പെടുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ അതിനകത്ത് എനിക്കൊന്നും പറയാനായിട്ടില്ല. ഇതുപോലുള്ള ഉടായ്പകളിൽ ആരും വീഴാതിരിക്കുക. 1 മണിക്കൂർ കൊണ്ടോ അരമണിക്കൂർ കൊണ്ടോ ഒന്നും പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ലോകം തന്നെ അവരങ്ങോട്ട് വിലക്കങ്ങോട്ട് വാങ്ങിച്ചേനെ. പറ്റില്ല. പണിയെടുത്താലേ പൈസ കിട്ടത്തുള്ളൂ. പണിയെടുക്കണം, നല്ല പണിയെടുക്കണം. ഒന്നും ഈസി അല്ല. അങ്ങനെ ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ അധികം കാലം മര്യാദയ്ക്ക് സമാധാനത്തോടെ ജീവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രൂഫ് എക്സാമ്പിൾ. ഒത്തിരിയധികം MLM ഒക്കെ ഉണ്ട്. കോഴ്സ് വിൽക്കുക, എല്ലാം ഉടായ്പൊക്കെ തന്നെയാണ്. അധികം കാലം പോവില്ല. അവസാനം വെറുതെ മനസ്സമാധാനം ഇല്ലാതെ തിരിഞ്ഞ് നടക്കേണ്ടി വരും. നന്ദി.